അസ്സലാമു അലൈക്കും. എല്ലാവർക്കും നമസ്കാരം. സൈദൽ ചെർപ്പളശ്ശേരിയാണ്. പ്രിയപ്പെട്ട ഹബീബുകളെ, ഇന്ന് നിൽക്കുന്നത് വന്നൂർ പറഞ്ഞ സ്ഥലമാണ്. വന്നൂർ എവിടെയെന്ന് ചോദിച്ചാൽ നമ്മുടെ തൃശ്ശൂർ ജില്ലയിലാണ്. തൃശ്ശൂർ ജില്ലയിൽ ഏത് ഭാഗമായി എന്ന് ചോദിച്ചാൽ പഴയന്നൂരിൻ്റെയും ഇളനാടിൻ്റെയും ഇടയിലാണ്. അതായത് നമ്മുടെ കാളിയറോടും മക്കാമിൻ്റെ ഒക്കെ പരിസരമായിട്ട് വരും. ഇൻഷാ അല്ലാഹ് നമുക്ക് കാണാനുള്ള 13 സെൻറ്റ് സ്ഥലം. അതിൽ തെങ്ങ്, മാവ്, പലജാതി മരങ്ങൾ ഉൾപ്പെടെ ഒരു വീട്ടിലേക്ക് വേണ്ട എന്തൊക്കെ വേണോ അതെല്ലാം ഉണ്ട്. അത് ഉൾപ്പെടെ ഒരു 1000 സ്ക്വയർ ഫീറ്റ് വീട്, അതിൻ്റെ പുറമെ ബാക്കിലേക്ക് ഷെഡ് എല്ലാം ഉൾപ്പെടെ വെറും 25 ലക്ഷം രൂപയ്ക്കാണ് നിങ്ങൾക്ക് തരാൻ പോകുന്നത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇതിൻ്റെ ഫുള്ള് ഡീറ്റെയിൽ കാണാം. അപ്പം എൻ്റെ പ്രിയപ്പെട്ട ഹബീബിങ്ങളെ, എളനാട് പഴയന്നൂർ റോഡിൽ നിന്ന് വരുന്ന റോഡാണ് ഈ കാണിക്കുന്നത്. വെറും 300 മീറ്റർ മാത്രമാണ് നമുക്ക് ബസ് റൂട്ടിൽ നിന്നുള്ള ദൂരം ഇങ്ങോട്ട് കേട്ടോ. ടാറിങ് റോഡ് സൈഡിലാണ് നമ്മുടെ വീട് കിടക്കുന്നത്. ഇങ്ങനെ ഈ കാണുന്ന വീട്, ഇതിൻ്റെ ഫ്രണ്ടേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുവരെ നമുക്ക് ഫ്രണ്ടേജ് കാര്യങ്ങളുണ്ട്. തൊട്ട് മുന്നിൽ വീടുകളുണ്ട്. നല്ല പച്ചപ്പുള്ള സ്ഥലമാണ്, നല്ല തണുപ്പുള്ള ഏരിയ കേട്ടോ. ഇവിടെ ചൂടൊന്നും അധികം അനുഭവപ്പെടുന്നില്ല. ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കാണാം, വീടിൻ്റെ മുന്നിൽ പ്ലാവുണ്ട്, തെങ്ങുണ്ട്, എല്ലാ മരങ്ങളും ഉൾപ്പെടെ 13 സെൻറ്റ് സ്ഥലവും ഇതും പാടെ. ആദ്യം തന്നെ 25 ലക്ഷം റുപ്യ വില പറയുന്നത്, ഇതൊക്കെ ലാസ്റ്റ് വില പറയണം കേട്ടോ. സൂപ്പർ വീടാണ്. 3 ബെഡ്റൂം കാര്യങ്ങളൊക്കെ ഉണ്ട് വീട്ടിൽ. 3 ബെഡ്റൂം ഉണ്ട്. അപ്പോൾ ഇൻഷാ അല്ലാഹ് കണ്ടില്ലേ, ഫ്രണ്ടേജ് കണ്ടില്ലേ. ഇനി നമുക്ക് വീടിൻ്റെ ഉള്ളിലേക്കൊന്ന് ഇറങ്ങാം. മുറ്റം കാണാം, പുറകുവശം കാണാം, എല്ലാ ഭാഗവും ഒന്ന് കാണാം. അപ്പോൾ പ്രിയപ്പെട്ട ഹബീബുകൾ, ഈ റോഡിൽ നിന്ന് നമുക്ക് കട്ട വിരിച്ചിട്ടുണ്ട്. ഈ കട്ട വിരിച്ചിങ്ങനെ എന്തിനാണെന്നറിയോ? ഇത് വീട്ടിലേക്ക് വണ്ടി ഇറക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോഴത്തെ പാർട്ടിയുടെ കളറാണ് നമ്മൾ കട്ട വിരിച്ചിട്ട്, ചുവന്ന കളറ് കേട്ടോ. അപ്പോൾ കട്ട വിരിച്ചിട്ട് പുതിയ കട്ടയാണ്, നല്ല കളറ്. ചുവപ്പ് കളർ നിങ്ങൾക്ക് പറയേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ ഇലക്ഷൻ പ്രമാണിച്ചൊക്കെ ആയതുകൊണ്ട് കളർ അടിച്ച് വെച്ചിരിക്കുകയാണ്. അതുപോലെ തന്നെ നമുക്കിങ്ങോട്ട് ഇറങ്ങി വന്നു കഴിഞ്ഞാൽ ഇവിടെ നല്ലൊരു പ്ലാവുണ്ട് കേട്ടോ. ഇവിടുന്ന് ഇങ്ങോട്ട് ഇത് നമ്മുടെ ഇതിൽ പെട്ടല്ലേ ഈ പ്ലാവ്? ഇതല്ലേ ഏതാ? അപ്പോൾ ഈ പ്ലാവ് ഇതിൽ പെടും. അപ്പോൾ ഈ ചക്കയും പെടും അല്ലേ? ഈ പ്ലാവ് പെടുമ്പോൾ ചക്കയും പെടും. അതിന് തൊട്ട് തെങ്ങ്, കവുങ്ങ്, മാവ്, ഈ ഭാഗത്തൊക്കെ കുരുമുളകൊക്കെ ഉണ്ട് കേട്ടോ. കുരുമുളക് കയറ്റിയിട്ടുണ്ട്. 13 സെൻറ്റ് സ്ഥലമുണ്ട് ഹബീബികളെ. കുരുമുളക് കാര്യങ്ങളൊക്കെ ഉണ്ട്. ബാക്കിലേക്ക് ഇങ്ങനെ അതിൽ ദത് വരെ വരുന്നുണ്ട്. ഇനിയും അങ്ങോട്ടുണ്ട് കേട്ടോ. ഇവിടെ എന്തോ ഒരു കൂടൊക്കെ വെച്ചിട്ടുണ്ട്. ആ കൂടൊക്കെ മാറ്റിയിട്ട് നമുക്കിങ്ങനെ പോകാം അല്ലേ. ഇതിങ്ങനെ മാറ്റിയിട്ട് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഇനിയും ബാക്കിലേക്ക് സ്ഥലമുണ്ട്. ഇതുവരെ ഈ ബാക്കിൽ കണ്ടോ, നമ്മൾ നല്ല പടുത്തിട്ടുണ്ട്, കരിങ്കല്ല് കൊണ്ട് പടുത്തിട്ടുണ്ട്. അപ്പോൾ കാണാം ബീബികളോട്. സൂപ്പർ സ്ഥലം. മുളകും തൈ ഉണ്ട് ഇവിടെ കേട്ടോ. മുളക്, ചീനമുളകിൻ്റെ തൈ മറ്റുള്ളതൊക്കെ കാണാണ്ട് ഇവിടെ കേട്ടോ. നല്ല പടവൊക്കെ ഉണ്ട് ബാക്കിൽ. ബാക്കിലേക്ക് അത്യാവശ്യം സ്ഥലമുണ്ട്. അതുപോലെ തന്നെ അലക്ക് കല്ലുണ്ട്. ഇതുവരെ നമ്മുടെ സ്ഥലമുണ്ട് കേട്ടോ. ഇതുവരെ ഇവിടെയും പടവാണ്, കല്ല് കേട്ടോ. അപ്പോൾ നമുക്ക് അത്യാവശ്യം സ്പേസ് ഉണ്ട്. ഇവിടെ തെങ്ങുണ്ട്, അതുപോലെ തന്നെ ഈ ഭാഗത്തൂടി കവുങ്ങുണ്ട്, മാവുണ്ട്, എല്ലാം ഉണ്ട്. അപ്പോൾ അതങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു പടവ് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ പുറമെ ഇതൊക്കെ നമ്മുടെ സ്ഥലത്ത് പെട്ടാട്ടോ. പിടിച്ചാൽ പിടികൂടാത്ത പ്ലാവ് ആണോ, നല്ല സൂപ്പർ പ്ലാവ് കേട്ടോ. വാഴ ഇങ്ങനെയൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഈ വീടിൻ്റെ അരി വരെ നമുക്ക് സ്ഥലമുണ്ട്. കണ്ടില്ലേ ഹബീബിങ്ങൾ, ഈ വീടിൻ്റെ അരികു വരെ സ്ഥലമുണ്ട്. മാത്രമല്ല ഇതിനൊക്കെ മുളകും തൈയും കാര്യങ്ങളൊക്കെയാണ്. ഈ കാണുന്ന സ്ഥലം കംപ്ലീറ്റ് നമ്മളതിൽ പെട്ടാണ്. 13 സെൻറ്റ് സ്ഥലമുണ്ട് ഹബീബിങ്ങൾ, കാണണം. നല്ല നാടൻ കിണർ കുഴിച്ചാൽ വെള്ളം കിട്ടും. ഇപ്പോൾ ഇതിലുള്ള കോയൽക്കിണറും പിന്നെ പൈപ്പ് ലൈനുമാണ്. നാടൻ കിണർ കുഴിക്കാൻ സ്ഥലമുണ്ട്, വെള്ളം യഥേഷ്ടം കിട്ടും. ഈ ഭാഗത്തൊക്കെ നല്ല സ്പേസ് ഉണ്ട് കേട്ടോ. കാരണം അവിടെ തെങ്ങുകളുണ്ടോ, തെങ്ങുണ്ട്, മാവുണ്ട്, ഇവിടെ ഒരു മാവുണ്ട്, അങ്ങനെ യെല്ലോ ഉണ്ട് ഹബീബിങ്ങളെ, കാണണം അല്ലേ. അപ്പോൾ അത്യാവശ്യം നല്ല ഫ്രണ്ടേജ് ഉണ്ട്. ഞാൻ എല്ലാ ജ്യേഷ്ഠന്മാർ ഒരാളും കൂടി വരികയാണ്, 2 ആൾക്ക് എടുക്കണമെങ്കിൽ ഒരു വീട് കയറ്റുള്ള സ്ഥലമുണ്ട് കേട്ടോ. ഒത്തിരി സ്പേസ് ബാക്കിയാണ്. അപ്പോൾ ജ്യേഷ്ഠന്മാർ 2 പേർക്ക് വേണ്ടി മേടിക്കാം. എന്നാൽ ഒരു 5-6 സെൻറ്റ് സ്ഥലത്ത് ഇവിടെ ഒരു വീട് വെക്കാം. 6 സെൻറ്റ് സ്ഥലത്ത് ഇവിടെ ഒരു വീട് വെക്കാം കണ്ടില്ലേ. അതിനുള്ളതും കൂടി ഇവിടെ ഉണ്ട്. അപ്പോൾ ചിലപ്പോൾ എന്താണെന്ന് വെച്ചാൽ ചിലപ്പോൾ ജ്യേഷ്ഠന്മാർ 2-3 പേരൊക്കെ ഉണ്ടെങ്കിൽ താമസിക്കാനൊക്കെ സുഖമാണ്. ഒരു വീട് അപ്പുറത്ത് വെക്കാനുള്ള സ്പേസ് അടക്കം നമ്മളുണ്ട്. അപ്പോൾ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് വീടിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കാം. ഉള്ളിലേക്ക് പ്രവേശിക്കുന്നതിൻ്റെ മുമ്പേ ഒന്ന് ഫുള്ളായിട്ട് കാണിച്ചു കൊടുത്താൽ പുറമൊന്ന്. നടന്നോട്ടെ. ആ ലൈറ്റൊക്കെ ഒന്നുമില്ല കേട്ടോ. റൂമുകളിലെ ലൈറ്റൊക്കെ ഒന്നുമില്ലേ. അങ്ങനെ വന്നു കഴിഞ്ഞാലേ
നല്ല ചെറിയൊരു സിറ്റ് ഔട്ട്, ഒരു 5-6 പേർക്ക് ഇരിക്കാനുള്ള സിറ്റ് ഔട്ട്. റോഡ് സൈഡിൽ ഇങ്ങനെ ഇരുന്നിട്ട് കട്ടൻ ചായ കുടിച്ചിട്ട് ഇങ്ങനെ റോട്ടിലേക്ക് നോക്കിയിരിക്കാം. നല്ല കണ്ടില്ലേ, ടൈൽസൊക്കെ സൂപ്പർ ടൈൽസാണ് അല്ലേ മോനിട്ടിയെ? ഉണ്ടോ, നല്ല ടൈൽസ് കാര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പം ഇങ്ങനെ നമ്മൾ വീടിൻ്റെ ഉള്ളിൽ പ്രവേശിക്കുമ്പോൾ ഇവിടെ കാണാം നമുക്ക് താഴത്തേക്കൊക്കെ നോക്കട്ടാ, ടൈൽസൊക്കെ സൂപ്പർ ടൈൽസാണ് അല്ലേ മോനിട്ടി? ടൈൽസ് ആരത്? ഇതാണ് മോനിട്ടി, എൻ്റെ വീടാണ് പറ. വീട് കാണിച്ചോ കേട്ടോ. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ കേട്ടോ നല്ലൊരു ഡോർ കേട്ടോ. ഡോറിന്ന് കാണിച്ചു കൊടുക്കുക. ഇതൊക്കെ ഡോറ് പറഞ്ഞാൽ നല്ല ഡോറാണ് കണ്ടില്ലേ, സൂപ്പർ ഡോറ്. ഡോറൊക്കെ തുറന്നിങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് കാണാം നല്ല വിശാലമായൊരു ഹാള്, അത്യാവശ്യം സൗകര്യമുള്ള വലിയൊരു ഹാള് തന്നെയാണ്. ഈ ഹാളിൽ നിന്ന് തന്നെ നമുക്ക് ഫസ്റ്റിലൊരു ബെഡ്റൂമിൽ കിടക്കാം. ഇതാണ് ഒരു ബെഡ്റൂം കണ്ടോ. ഈ ഭാഗമൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കാം. റാക്ക് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിൻ്റെ പുറമെ അലമാര സെറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. വീണ്ടും നമ്മൾ ഹാളിലേക്ക് കിടക്കുകയാണ്. ഹാളിലേക്ക് കടന്നു കഴിഞ്ഞാൽ ഇവിടെ നിന്നാണ് പിന്നെ 2 ബെഡ്റൂമിലേക്ക്. ഇവിടെ ഈ ആർച്ച് കണ്ടോ, ആർച്ച് ഹബീബിൽ കാണുന്ന ഈ ആർച്ച് നല്ല വൃത്തിയുള്ള നല്ല ഭംഗിയുള്ള വീടാണ് കേട്ടോ. ഒരു വലിയൊരു ബെഡ്റൂം, അറ്റാച്ച് ബാത്റൂമോട് കൂടിയിട്ട് കേട്ടോ. നമുക്ക് അറ്റാച്ച് ബാത്റൂമോട് കൂടിയിട്ടുള്ള നല്ലൊരു ബെഡ്റൂമാണ് കിട്ടാൻ പോകുന്നത്. അപ്പോൾ ഹബീബികൾ കാണണം. ഇതിൻ്റെ സ്വിച്ച് എവിടെയാണെന്ന് അറിയില്ല, ബാത്റൂം അവിടെ ഉണ്ട്. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ അറ്റാച്ച് ബാത്റൂമോട് കൂടിയിട്ടാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഒരു ബെഡ്റൂം അറ്റാച്ച് ബാത്റൂമോട് കൂടിയിട്ട് വലിയൊരു ബെഡ്റൂമുണ്ട്. നല്ല ടൈൽസ് തന്നെ ഇട്ടു. ആ റൂമൊക്കെ വെച്ചാൽ റൂമൊക്കെ ടൈൽസ്, അടിയിലൊക്കെ ടൈൽസ് കേട്ടോ. ഇനി അടുത്ത റൂം, ഇവിടെ നമുക്ക് കാവ്യാണ് കാണാൻ ഹബീബികളെ. ഇതും അത്യാവശ്യം തരക്കളില്ലാത്ത നല്ല വലിയൊരു ബെഡ്റൂം തന്നെയാണ്. പ്രിയപ്പെട്ട ഹബീബികളെ കാണണം. അങ്ങനെ വീട് പടച്ചുണ്ടാക്കാനുള്ള പൈസ എത്ര വരും? 10-13 സെൻറ്റ് സ്ഥലം, ഒരു വീടുണ്ട്. സ്ഥലത്തിൻ്റെ വില തന്നെ കണക്കൂട്ടി. ഇവിടെ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ അടുത്ത് ഒരു ഡൈനിങ് ഹാള്. ഇനിയൊരു ഡൈനിങ് ഹാള്. നമുക്ക് ഫ്രിഡ്ജ് വെക്കാനുള്ള സ്ഥലം, വാഷ് സ്പേസ് കാര്യങ്ങൾ എല്ലാം ഉണ്ട്. റാക്ക്, മുകളിൽ റാക്ക് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിൻ്റെ പുറമേ കിച്ചൺ. ഈ ഭാഗത്തേക്കാണ് നമുക്ക് കിച്ചൺ ചെയ്തിരിക്കണം. ഇവിടെയൊക്കെ നല്ല ടൈൽസാണ് കേട്ടോ. ഇവിടെയൊക്കെ ടൈൽസ് കാര്യങ്ങളൊക്കെ വലിയൊരു കിച്ചണാണ്. ഇവിടെ നമുക്ക് ഷീറ്റ് ഇറക്കിയിട്ടുണ്ട് അല്ലേ. അത്യാവശ്യം നല്ല സൗകര്യത്തോട് കൂടിയിട്ടുള്ള ഒരു കിച്ചൺ. കിച്ചണിലൊക്കെ ടൈൽസ് ഇട്ടിട്ടുണ്ട്. എല്ലാ ഭാഗത്തും ടൈൽസ് തന്നെയാണ്. അതിൻ്റെ പുറമെ ഇവിടെ നമുക്ക് കോമൺ ആയിട്ടൊരു ബാത്റൂം കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു കോമൺ ബാത്റൂം അവിടെ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ പുറമെ ഇവിടെ ഒരു വാഷ് സ്പേസ് വെച്ചിട്ടുണ്ട്. കാണിച്ചു കൊടുക്കും. അപ്പോൾ എല്ലാ ഭാഗവും നിങ്ങൾ കാണൽ കഴിഞ്ഞില്ലേ ഹബീബിങ്ങൾ? കണ്ടില്ലേ? അപ്പോൾ പ്രിയപ്പെട്ട ഹബീബിങ്ങളെ, നമുക്ക് ഇതിൻ്റെ വ്യക്തമായിട്ടുള്ള സ്ഥലവും അതിൻ്റെ പഞ്ചായത്ത്, അതിൻ്റെ താലൂക്ക്, മറ്റുള്ള ജില്ല കാര്യങ്ങളൊക്കെ വ്യക്തമാക്കി നമുക്ക് ഇസ്മായിൽക്ക വ്യക്തമാക്കി തരും. അതിൻ്റെ സ്ഥലം എത്രയാണെന്നുള്ളതൊക്കെ. ഇസ്മായിൽക്ക, അതിൽ സ്ഥലം എത്രയാണ്? ഇതിൽ 13 സെൻറ്റ് സ്ഥലം. അതായത് പഴയന്നൂർ പഞ്ചായത്തിൽ 16-ാം വാർഡിൽ പഴയന്നൂരിൽ നിന്ന് ഇളനാട് റൂട്ടിൽ വരുന്ന റോഡിൽ പറഞ്ഞിട്ട് ഒരു 300 മീറ്റർ നീളിക്കുളം എന്ന സ്റ്റോപ്പിലിറങ്ങുക. ഒരു 300 മീറ്റർ വന്നു കഴിഞ്ഞാൽ ആ റോഡ് ഫേസിൽ തന്നെയാണ് വീട് കിടക്കും. ഈ 13 സെൻറ്റ് സ്ഥലവും ഈ കാണുന്ന വീടും. ഇതിൻ്റെ വില എത്ര നമ്മൾ ലാസ്റ്റ് പറയേണ്ടത്? ലാസ്റ്റ് കിട്ടേണ്ട വില 25 റുപ്യ. കിട്ടേണ്ട വില കൂടുതൽ പറഞ്ഞിട്ട് കാര്യമില്ല. അതെ അതെ, കിട്ടേണ്ട വില കിട്ടേണ്ട വില. അപ്പോൾ പ്രിയപ്പെട്ട ഹബീബിങ്ങളെ, 13 സെൻറ്റ് സ്ഥലം, കുഴിക്കൂർ ചമയങ്ങൾ. ചമയങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചക്കച്ചക്ക, മാങ്ങ, തേങ്ങ, അടക്ക, അങ്ങനെ എല്ലാം ഉണ്ട്. A to Z വരെ. കറുവേപ്പിൻ്റെ ഇല വരെ ഉണ്ട് ഇതിൽ. പിന്നെ ചീനമുളകുണ്ട്, നല്ല സമ്മന്തി അരക്കാൻ പറ്റിയത്. അങ്ങനെ എല്ലാം. ഇത് റോഡ് സൈഡാണ്. കട്ട വിരിച്ച് നല്ല സംവിധാനത്തിൽ ഇറക്കിയ റോഡ്. ഇങ്ങോട്ട് വീട്ടിലേക്ക് വണ്ടി നിർത്താനുള്ള സൗകര്യം കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇനി ഒരു കുടുംബത്തിൽ ജ്യേഷ്ഠനും അഞ്ചനും 2 പേര് വന്ന് മേടിക്കുകയാണെങ്കിൽ ജ്യേഷ്ഠന് അപ്പുറത്ത് വീട് വെക്കാം, ഒരാൾക്ക് ഈ വീട് ഉപയോഗിക്കാം. അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട ഹബീബിങ്ങൾ, ഇതിൻ്റെ വില പറഞ്ഞു കഴിഞ്ഞു. ഇവർ ആദ്യം ഞാൻ വന്നപ്പോൾ 28-30 പറഞ്ഞാണ്. പക്ഷേ നമ്മൾ കുറച്ച് 25-ലേക്ക് കൊടുന്നിട്ടില്ലേ. ഇനി എന്തെങ്കിലുമൊക്കെ ആവുമെന്ന് നമുക്ക് നോക്കേ. മുപ്പര് പറഞ്ഞോട്ടെ, കിട്ടണ്ടല്ല 25-ന്ന്, അത് പ്രശ്നമല്ല. അപ്പോൾ ഇൻഷാ അല്ലാഹ് എൻ്റെ ചാനൽ കാണുന്ന ഓരോ ഹബീബിങ്ങളും ഇതൊന്ന് ഷെയർ ചെയ്യണം. തൃശ്ശൂർ ജില്ലയിലാണ്, ഇളനാടിന് പഴയന്നൂർ ഇടയിൽ കാളിയറോട് മഖാമോട് അടുത്താണ്. അങ്ങനെ ഒരുപാട് ഹബീബിങ്ങളുടെ നാട്ടിലാണ് നമ്മളുള്ളത് കേട്ടോ. പ്രിയപ്പെട്ട ഹബീബിങ്ങളെ, പൊറ്റ ഒക്കെ ഇവിടെ അടുത്താണ്. ഇങ്ങനെ പറയേണ്ട ആവശ്യമില്ല. ഇളനാട് പറഞ്ഞാൽ കഴിഞ്ഞു. ഇളനാടിൻ്റെ പരിസരത്ത് എല്ലാം ഉണ്ട്. തൃശ്ശൂരിൽ നിന്ന് വരുന്നവർക്ക് എളുപ്പമാണ്. ഏത് തൃശ്ശൂരിൽ നിന്ന് വരുന്നവർക്ക് ഇങ്ങോട്ട് എളുപ്പ റോഡ് വേറുണ്ട്. അതുപോലെ തന്നെ നമുക്ക് കുതിരാൻ്റെ അവിടുന്ന് എളുപ്പമാണ് കേട്ടോ. അപ്പോൾ തൃശ്ശൂർ ജില്ലക്കാർക്ക്
ഏറ്റവും അനുയോജ്യമായ നല്ല കുളിർമയുള്ള സ്ഥലം. ഒരു ഓപ്പൺ കിണർ കുഴിച്ചാൽ നല്ല വെള്ളം കിട്ടും ഇവിടെ. ഇപ്പോൾ ഇതിൽ കോയൽ കിണർ, പൈപ്പ് ലൈൻ 2 എണ്ണം ഉണ്ട്. അപ്പോൾ ഇൻഷാ അല്ലാ എൻ്റെ ചാനൽ കാണുന്ന ഓരോ ഹബീബികളും ഇത് ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, മറ്റുള്ള ഗ്രൂപ്പുകളിൽ എത്തിക്കണം. ഇൻഷാ അല്ലാ തീർച്ചയായിട്ടും നിങ്ങൾ നമ്മുടെ കാക്കാൻ്റെ വീട് മേടിച്ചോളൂ, യാതൊരു സംശയമില്ല. ഇൻഷാ അല്ലാ അടുത്തൊരു വീഡിയോ കാണും വരയ്ക്കും കുലുക്കും. മഹസ്സലാമ.